Assalamu alaikum. Hi children, how are you all? Let's start our class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu. Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Do you read the textbook in the last class? I told you to read the textbook well. Then how many of you read the textbook? All are read. MashaAllah. Very good. Then we have one activity in page number 109 today. All of you take page number 109 and listen. A small activity there. Tick the correct sentence and cross the wrong ones. That is, correct sentence ആണെങ്കിൽ we can give a tick and wrong ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ക്രോസ് വണ്ണും കൊടുക്കാം, ഒരു ക്രോസും കൊടുക്കാം. Okay? Are you ready? First one. Trees, leaves and flowers are natural things. അതായത് നമുക്ക് ചുറ്റുമുള്ള trees, then leaves and flowers are natural things. Correct ആണോ അതോ wrong ആണോ? It is a correct one. Then we can give in that column a tick mark. All are give. Second one. Marble and granite are used to build houses. Then marble and granite are used to build houses. Is it a correct or wrong? It is also a correct one. അല്ലേ? നമ്മൾ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ യൂസ് ചെയ്ത് ഹൗസ് നിർമ്മിക്കാറുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ആർട്ടിഫിഷ്യൽ തിങ്സ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ആർട്ടിഫിഷ്യൽ തിങ്സ്. അതായത് മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്നതാണെന്ത്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അല്ലേ? ഇപ്പം മനുഷ്യൻ നിർമ്മിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവും. നമ്മളല്ലേ ചെടികൾ നട്ട് പിടിപ്പിച്ച് അതിൽ നിന്ന് ഫലങ്ങൾ നമ്മൾ വാങ്ങുന്നത്. പക്ഷേ അതെന്താണ്? നമ്മൾ നട്ടാലും അതിൽ വിളഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ അത് മനുഷ്യനിർമ്മിതമാണോ അതോ ആർട്ടിഫിഷ്യൽ ആണോ അതോ മാൻമെയ്ഡ് ആണോ? സോറി, നാച്ചുറൽ ആണോ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ നാച്ചുറൽ തിങ്സ് ആണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റോങ് ആണ്. സോ വി ക്യാൻ ഗീവ് എ ക്രോസ് മാർക്ക് ദെയർ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതായത് മാറ്ററിൻ്റെ 3 സ്റ്റേറ്റ്സ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. States of matter. What are the 3 states of matter? Last class I tell you. What are they? Solids. Very good. Then liquids and gases. നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. എന്താണ് സോളിഡ്, എന്താണ് ലിക്വിഡ്, എന്താണ് ഗ്യാസ്? നമ്മുടെ വീട്ടിൽ, നമ്മുടെ കിച്ചണിലോട്ട് നമുക്കൊന്ന് പോകാം. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്? കുറേ വസ്തുതകളുണ്ട് നമ്മുടെ കിച്ചണിൽ, ഇല്ലേ? അപ്പം നമുക്കൊരു ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? ഒരു യൂട്ടെൻസിൽ, ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. അപ്പോൾ ആ പാത്രത്തിന് ഒരു ഷേപ്പ് ഉണ്ടാവും. പിന്നീട് എന്താണ്? ആ പാത്രം വെക്കണമെങ്കിൽ അതിന് സ്പേസ് ആവശ്യമാണ്. പിന്നീട് എന്താണ്? ആ പാത്രം ഒരു കറക്റ്റ് ഷേപ്പ് കാണും, അല്ലേ? ഏതൊരു യൂട്ടെൻസിൽ എടുത്താലും അതിനൊരു ഷേപ്പ് കാണും, അതിന് വെയിറ്റ് കാണും. പിന്നീട് എന്താണ്? അത് നമുക്ക് ഇഷ്ടമുള്ള കണക്ക് നമുക്കൊരു സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. നല്ല സ്പേസ് ഉള്ളിടത്തേ അത് വെക്കാൻ പറ്റൂ. അത് വളച്ചൊടിച്ച് നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ, അതായത് ഒരു ഡെഫിനിറ്റ് ഷേപ്പും അതിന് വെയിറ്റും ഭാരവും ഒക്കെ ഉള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? സോളിഡ് എന്ന് വിളിക്കാം. അതായത് മലയാളത്തിൽ നമുക്ക് ഖരം എന്ന് വിളിക്കാം. ഖരം അതായത് കട്ടിയുള്ള പദാർത്ഥം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ എടുക്കാം. നമുക്ക് ടാപ്പ് വഴി നമുക്കൊരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വാട്ടർ എടുക്കുവാണേ. ഇത്രയും വാട്ടർ എടുത്തു. ഇങ്ങനെ വാട്ടറാണ് ഇതേ. ഓക്കെ, ഇതൊരു ഗ്ലാസ്സിലാണ് ഞാൻ വാട്ടർ എടുത്തത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? വാട്ടർ വേറൊരു നമ്മൾ ആദ്യം എടുത്തൊരു യൂട്ടെൻസിൽ ഒരു പരന്ന ഒരു
യൂട്ടൻസിലിനകത്തോട്ട് നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ആ വാട്ടറിൻ്റെ ഷേപ്പ്, ഈ ഗ്ലാസ്സിനകത്തിരിക്കുന്ന വാട്ടർ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ മറ്റേ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോഴെന്ത് പറ്റും? ആ വാട്ടറിന് വേറൊരു ഷേപ്പായി. ഇസ് ഇറ്റ്? അങ്ങനെയുള്ള വസ്തുതകളെ, അതായത് വസ്തു സ്ഥിതി ചെയ്യുന്ന പദാർത്ഥത്തിന് അനുസൃതമായി അതിൻ്റെ shape and they do not transfer this shape to another one. Okay, അപ്പോൾ എന്താണ് സോളിഡ്സ്? Say the examples of solid. Iron, solids, iron, wood, glass are few examples of solid and they have fixed shape. They have fixed shape. And they do not change the shape when transferred from one container to another. ഒരു കണ്ടെയ്നറിൽ നിന്ന് മറ്റൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരുന്നുണ്ടോ? സോളിഡിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരുന്നില്ല. അങ്ങനെയുള്ള വസ്തുതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ആണെന്ത്? സോളിഡ്സ്. സോളിഡ്സ് ആർ they have fixed shape and they do not change the shape when transferred from one container to another. For example, iron, wood and glass. Okay, then next one is liquid. Example, water, milk, juice and oil are a few examples of liquids. എന്താണ് liquids in examples? Water, milk and juice are a few examples of liquids and they do not have the correct shape. Liquids flow and can be easily poured from one container to another. Liquidsന് എന്താണ്? ദേ ഫ്ലോ, അതിന് ഫ്ലോ ചെയ്യാൻ പറ്റും, ഒഴുകാൻ പറ്റും. നമ്മളെ കയ്യിൽ നിന്ന് തറയിലോട്ട് വീണു പോയാൽ എന്താണ്? ദേ ഫ്ലോ ഈസിലി. ദേ ക്യാൻ ഫ്ലോ ഈസിലി ആൻഡ് ക്യാൻ ബി poured from one container to another. For example, water when poured into a tumbler, it takes the shape of the tumbler. അതായത് വാട്ടർ ഒരു ടംബ്ലറിൽ ഒഴിച്ചാൽ എന്താണ്? അതിന് ആ ടംബ്ലറിൻ്റെ ഷേപ്പ് ആയിരിക്കും. ദെൻ when poured into a bottle, നമ്മൾ ബോട്ടിലാണ് അത് നിറയ്ക്കുന്നതെങ്കിലോ it takes the shape of the bottle. ബോട്ടിലിൻ്റെ ഷേപ്പ് ആയിരിക്കും. Hence we say that liquid does not have a fixed shape. It takes the shape of the container in which it is stored. അതായത് വാട്ടറിന് they do not have
correct shape, and they take the shape of the utensil it take. Okay, they take the shape of the container which it is stored. അത് സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ ഷേപ്പിനെ എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ എന്താണ്? വാട്ടർ ലിക്വിഡ്സിന് ഷേപ്പില്ല, സോളിഡ്സിന് ഷേപ്പുണ്ട്. ഓക്കെ, എന്താണെന്ന് എല്ലാവർക്കും ലിക്വിഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫോർ എക്സാമ്പിൾ, വാട്ടർ, milk, oil and juice are a few examples of liquids. Then solids in examples of iron, wood, steel and glass. Next one is gas. അതായത് മാറ്ററിൻ്റെ third state is gas. Listen, air is a mixture of many gases such as oxygen, carbon dioxide, nitrogen and hydrogen. അതായത് നമ്മുടെ എയർ, നമുക്ക് ചുറ്റുമുള്ള എയർ, അതായത് നമ്മൾ എന്താണ് ബ്രീത്ത് ഇൻ ചെയ്യുന്നത്? വി ബ്രീത്ത് ഇൻ ഓക്സിജൻ ആണ് അല്ലേ. നമുക്ക് ചുറ്റും എന്തുണ്ട്? എയർ ഉണ്ട്. ആ എയറിനകത്ത് എന്തൊക്കെയുണ്ട്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. മോസ്റ്റ് ഓഫ് ദി ഗ്യാസസ് ആർ ഇൻവിസിബിൾ. അതായത് മോസ്റ്റ് ഓഫ് ദി ഗ്യാസസ് ആർ ഇൻവിസിബിൾ. നമുക്ക് കാണാൻ പറ്റുമോ നമ്മുടെ ചുറ്റുമുള്ള ഗ്യാസിനെ? ഇല്ല. ലൈക്ക് ലിക്വിഡ്സ്, ഗ്യാസസ് ഓൾസോ ഫ്ലോ ആൻഡ് ഡു നോട്ട് ഹാവ് ഫിക്സ്ഡ് ഷേപ്പ് ഓർ സൈസ്. ലിക്വിഡ്സിനെ പോലെ തന്നെ എന്താണ്? ഗ്യാസസ് ഓൾസോ ഫ്ലോ. നമുക്കറിയാം, നമ്മൾ റൂമിലൊരു പെർഫ്യൂം ഇങ്ങനെ സ്പ്രേ ചെയ്താൽ അതിൻ്റെ ആ സ്മെല്ല് ഇങ്ങനെ അവിടെ മൊത്തവും ഫില്ലാവും. പക്ഷെ നമുക്കതിനെ കാണാൻ പറ്റുമോ? നമുക്കതിനെ കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ സ്മെല്ല് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഗ്യാസസ് മൂവ് അറൗണ്ട് ഈസിലി ആൻഡ് ഫിൽ ദ അവൈലബിൾ സ്പേസ്. എന്താണ്? ഗ്യാസിന് മൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ മൂവ് ഈസിലി ആൻഡ് ഫിൽ ദ സ്പേസ്. എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം എന്ത് പറ്റും? ഈ ഗ്യാസ് അങ്ങ് ഫില്ലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഗ്യാസസ് ക്യാൻ ബി ഈസിലി സ്ക്വീസ്ഡ് ഇൻ ടു എ ബലൂൺ. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ബലൂൺ നമ്മൾ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനകത്ത് എയർ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ബലൂൺ ഇങ്ങനെ വികസിച്ച് വരുന്നു അല്ലേ. വെൻ വി ലെറ്റ് ഗ്യാസസ് ഔട്ട് ഓഫ് എ ബലൂൺ ദേ സ്പ്രെഡ് ഓൾ അറൗണ്ട്. നമ്മൾക്ക് ആ ബലൂണിനെ എയറിനെ റിലീസാക്കി കളഞ്ഞാലോ ബലൂണിന് ഷേപ്പ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ആ എയറിൻ്റെ ഷേപ്പാണ് ആ ബലൂണിനകത്ത് ഇങ്ങനെ ഫില്ലാവുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ചേഞ്ചിങ് ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ലിസൺ. ഇപ്പം ഗ്യാസ് എന്താണ്, ലിക്വിഡ് എന്താണ്, സോളിഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് സോളിഡ്, ഫോർ എക്സാമ്പിൾ സോളിഡ്, അതായത് സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഐസ് ക്യൂബ് എടുക്കുന്നു. ഐസ് ക്യൂബിന് എന്ത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ് ആണോ, ലിക്വിഡ് സ്റ്റേറ്റ് ആണോ, അതോ ഗ്യാസ് സ്റ്റേറ്റ് ആണോ? സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്യുന്നു. മെൽറ്റിംഗ് മീൻസ് എന്താണ്? ഒരു ഐസ് ക്യൂബ് എടുത്ത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ എയറിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഓൾറെഡി മെൽറ്റ് ആയിക്കോളും. ഐസ് ക്യൂബ് മെൽറ്റായിട്ട് എന്താണ് ആവുന്നത്? വാട്ടറാണ് ആവുന്നത്. ഐസ് മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ആവുന്നു. ഈസ് ഇറ്റ്? അപ്പോൾ എന്താണ്? സോളിഡിന് മെൽറ്റിംഗ് സംഭവിച്ച് എന്താവുന്നു? ലിക്വിഡ് ആവുന്നു. ഈ ലിക്വിഡ് ദെൻ ഇവാപ്രേഷൻ. ലിക്വിഡ് അതായത് ഐസ് ഉരുകി എന്താവുന്നു? വാട്ടർ ആവുന്നു. ഈ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് ചൂടാക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ചൂടാക്കുമ്പോൾ മിസ് പറഞ്ഞതുപോലെ അതിങ്ങനെ നീരാവിയായിട്ട് ഇവാപ്രേഷൻ സംഭവിച്ച് എന്താവുന്നു? എയർ ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലിഡ് വെച്ച് ആ പാത്രത്തിനെ നമ്മൾ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ കാണാൻ പറ്റും. ഈ മുകളിലോട്ട് വരുന്ന എയർ, അതായത് വാട്ടറിനെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് പറ്റുന്നു? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആ ലിഡിനകത്ത് നിറയുന്നു. അതാണെന്ത്? അതിൻ്റെ. അപ്പം നമുക്ക് എന്ത്? സോളിഡ് എന്താവുന്നു? ലിക്വിഡ് ആവുന്നു. ലിക്വിഡ് ദെൻ ഗ്യാസ് ആവുന്നു. ഈ ഗ്യാസ് വീണ്ടും തണുത്താൽ എന്താവുന്നു? കണ്ടൻസേഷൻ സംഭവിച്ചു, ബാഷ്പീകരണം സംഭവിച്ചു അല്ലേ. ലിക്വിഡ് ആവുന്നു. ഈ ലിക്വിഡിനെ നമുക്ക് വീണ്ടും ഫ്രീസിങ് ചെയ്താൽ എന്താവുന്നു? ഐസാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ വാട്ടറിൻ്റെ സ്റ്റേറ്റ്സ് ആണ്. അതായത് ഒരു ഐസ് ക്യൂബ് എടുക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യുന്നു. ഉരുകുമ്പോൾ നമുക്ക് എന്താവുന്നു? ലിക്വിഡ് ആവുന്നു. അതെല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഈ ലിക്വിഡിനെ നമ്മൾ ചൂടാക്കിയാൽ എന്ത് പറ്റുന്നു? അത് ബാഷ്പീകരണം സംഭവിച്ച് എന്ത് പറ്റുന്നു?
ഇവാപ്പറേഷൻ സംഭവിച്ചു ഗ്യാസായി മാറുന്നു. ഈ ഗ്യാസ് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ വീണ്ടും എന്താവുന്നു? ലിക്വിഡായി മാറുന്നു. ഈ ലിക്വിഡിനെ നമ്മൾ വീണ്ടും എടുത്ത് ഫ്രീസിങ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? വാട്ടറിൻ്റെ സോളിഡ് ഫോമായ ഐസ് ക്യൂബ് നമുക്ക് വീണ്ടും കിട്ടുന്നു. ഓക്കെ, എല്ലാവരും ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. All of you read the textbook well and we can meet in the next class. Assalamu alaikum wa rahmatullahi wa barakatuh.